രാഹുലെ, ഇടതുപക്ഷത്തിന്റെയും അതുപോലെ തന്നെ NDA BJP സഖ്യത്തിന്റെയും സ്ഥാനാർത്ഥി പട്ടികകൾ പുറത്തു വന്നു തുടങ്ങി. അപ്പോഴും കോൺഗ്രസിന്റെ പൂർണ്ണമായ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്ന അറിയിപ്പുകളൊന്നും തന്നെ പുറത്തു വരുന്നില്ല. അതായത് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി പട്ടിക വൈകുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്ത് കാരണത്താലാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇത്ര വൈകുന്നത്? അത് CPM-ഉം BJP അല്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും BJP ആണെങ്കിലും കേഡർ സ്വഭാവത്തിൽ പോകുന്ന പാർട്ടികളാണ്. അവരെ സംബന്ധിച്ച് മേലിലിരുന്ന് ആരെങ്കിലും പറയും നീ സ്ഥാനാർത്ഥി അയക്കും, അവർ സ്ഥാനാർത്ഥിയാവും. ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കോൺഗ്രസിൽ അങ്ങനെയല്ല. കോൺഗ്രസിൽ ഒരു 3 പേരുണ്ടെങ്കിൽ ആ 3 പേരിൽ ഒരാളെ മത്സരിപ്പിക്കാൻ നേരത്ത് എത്ര പേരോട് ചോദിക്കണം? AICCയോട് ചോദിക്കണം, അതേപോലെ തന്നെ ഇവിടുത്തെ ഘടകകക്ഷികളോട് ചോദിക്കണം. ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരുപാട് പേരോട് ഉത്തരങ്ങൾ പറയണം. അത് മാത്രമല്ല, രാഷ്ട്രീയ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒറ്റ രാത്രി കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതായത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു, അതിൻ്റെ വൈകുന്നേരം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. BJP ആണെങ്കിലും ഇന്നലത്തോടെ പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പക്ഷെ അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പോൾ CPM-ൽ കണ്ണൂരിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര വിമതരാണ് ഒറ്റ രാത്രി കൊണ്ടൊക്കെ പാർട്ടി മാറുന്നതെന്ന് നമ്മൾ കണ്ടാണ്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ജീവൻ മരണ പോരാട്ടമാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അധികാരവുമില്ല, രാഷ്ട്രീയമായിട്ടുള്ള വലിയൊരു പതനമായിരിക്കും കോൺഗ്രസ് പാർട്ടിയെ കാത്തിരിക്കുന്നത്. അവസാന വണ്ടി എന്നുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അതേ വാക്യം തന്നെയാണ് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാർ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. കാരണം ഈ വണ്ടി കൂടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകാൻ കഴിയില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല. പാർട്ടിയെ സംബന്ധിച്ച് എത്ര നാൾ അങ്ങനെ മുന്നോട്ട് പോകും? പാർട്ടിയെ സംബന്ധിച്ച് സാമ്പത്തികം വേണം. സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. സാമ്പത്തികമില്ലാതെ, അധികാരമില്ലാത്തൊരു പാർട്ടിക്കും സാമ്പത്തികം കൊടുക്കാൻ ആരും തയ്യാറാകത്തില്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി പ്രവർത്തകർ തന്നെയാണ് പലപ്പോഴും കൊടുക്കാറുള്ളത്. അവർ തന്നെ കടകളിൽ പോയി അവിടെ പോയി ഇവിടെ എല്ലാം പൈസ കണ്ടെത്തുന്നതാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ആരാണോ നേതൃസ്ഥാനത്തിരിക്കുന്നത് അവരവരുടെ കയ്യിൽ നിന്നൊക്കെ മുടക്കിയാണ് പലപ്പോഴും പാർട്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള കലാപങ്ങളാണ്. ആ കലാപങ്ങളുടെ പേരിൽ പുറത്തേക്ക് വരുന്ന നേതാക്കന്മാരെ, അതുകൊണ്ടാണ് പാർട്ടി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തത്. 1-2 പേരെയും കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിയുമെങ്കിൽ. പക്ഷേ ഞാൻ നോക്കിയിട്ട് പല സ്ഥലങ്ങളിലും, കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവരിറങ്ങി മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള വോട്ട് അഭ്യർത്ഥിച്ച് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് വന്നിട്ടില്ലെന്നേ ഉള്ളൂ. സ്ഥാനാർത്ഥികളോട് നേരത്തെ നിങ്ങൾ ഇറങ്ങിക്കൊള്ളാൻ പാർട്ടി തന്നെ പറഞ്ഞുകൊണ്ടുണ്ട്. സ്ഥാനാർത്ഥി പട്ടിക വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ വരുത്തി ചെറിയ കാര്യങ്ങൾ പാർട്ടിയെ സംബന്ധിച്ച് ഘടകകക്ഷികളോട് ചോദിക്കണം, ഒരുപാട് പേരോട് ചോദ്യം പറയണം. പെട്ടെന്നൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അടിയും വഴക്കുമായി പോകുന്നതിനേക്കാൾ നല്ലത് അടിയും വഴക്കുമില്ലാത്തൊരു സ്ഥാനാർത്ഥി പട്ടിക കൃത്യമായിട്ട് പുറത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ച് അടിയൊന്നുമില്ലാത്തൊരു പാർട്ടി എന്നുള്ള രീതിയിലേക്ക് കാണാം. ഈ സ്ഥാനാർത്ഥി തന്നെ വൈകുമ്പോൾ ഇനി മുന്നിലുള്ളത് വെറും 23 ദിവസങ്ങൾ മാത്രമാണ്. ആ 23 ദിവസങ്ങൾക്കിടയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു സ്ഥാനാർത്ഥിക്ക് ചെയ്യാനുള്ളത്? ഈ പറയുന്ന പട്ടിക പുറത്തേക്ക് വരാൻ വൈകുമ്പോൾ, സ്ഥാനാർത്ഥി ആരെന്നുള്ളത് വൈകുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ അയാളും ശരിക്കും സമ്മർദ്ദത്തിലാവുകയല്ലേ? നിങ്ങളുടെ ഈ പറയുന്ന ജനങ്ങളെ കാണാനും ജനങ്ങൾക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനുമുള്ള സമയമല്ലേ ഈ വൈകിപ്പിക്കുന്നവരുടെ നഷ്ടമാകുന്നത്? പാർട്ടിയെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നോക്കണമെന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് ഒരുപാട് പേരോട് ഉത്തരം പറയാനുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും വരുന്ന ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു രാത്രി വൈകി എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ വലിയ രീതിയിൽ ക്ഷീണം സംഭവിക്കുമെന്നൊന്നുമില്ല. കാരണം 2 പാർട്ടിക്കാരും ഏകദേശം അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇനി അവർക്ക് കൃത്യമായിട്ട് ഏത് സ്ഥാനാർത്ഥിയെ ഇട്ട് കഴിഞ്ഞാൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധത്തോടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്താം. ഇപ്പോൾ ഇന്നലെ വരുമെന്നായിരുന്നു VD സതീശന്റെ നിലപാട്. പക്ഷേ AICCയുമായി ബന്ധപ്പെട്ട് വീണ്ടും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങളില്ലാത്തൊരു സ്ഥാനാർത്ഥി നിർണ്ണയം, അതാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവരെയെല്ലാം മാറ്റി നിർത്താൻ കഴിയുന്ന നല്ല ശക്തരായിട്ടുള്ള നേതാക്കന്മാരെ മുന്നോട്ട് കൊണ്ടുവരും. അപ്പോൾ 3 പേരുണ്ടെങ്കിൽ ആരെ നിർത്തിക്കഴിഞ്ഞാൽ ഇവരെ 2 പേരെയും മറിച്ചിടാൻ കഴിയുമെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയുടെ പുറത്ത്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുറത്താണ് പാർട്ടി ഇപ്പോൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇന്നുകൊണ്ട് ഏകദേശം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊരു യാഥാർത്ഥ്യമാണ്.
കോൺഗ്രസിനെ സംബന്ധിച്ച് ഏകദേശം ഇന്ന് 70-80 സീറ്റുകളുള്ള സ്ഥാനാർത്ഥിയുടെ പട്ടിക ഇന്ന് പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും ചിത്രം മൊത്തത്തിൽ മാറും. ഇപ്പോഴും എല്ലാ ഏജൻസികളുടെയും സർവേ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് വളരെ ശക്തമായിട്ടുള്ള പോരാട്ടമായിരിക്കും. കോൺഗ്രസ് പാർട്ടിയും CPM-ഉം വളരെ ശക്തമായിട്ട് ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരിക്കും എന്നാണ് ഈ സർവേ ഫലങ്ങളെല്ലാം പറയുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് ഒരു മുൻതൂക്കം മിക്കവാറും എല്ലാ സർവേകളിലും പറയുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ഇത്രയും നാളത്തെ ഭരണം, ആ ഭരണത്തിന് മേൽ ജനങ്ങൾക്ക് ഇഷ്ടമല്ലാതായിരിക്കുന്നു എന്നൊരു മറ്റൊരു പുറമുണ്ട്. നമുക്കറിയാം ഭരണവിരുദ്ധ വികാരം കൃത്യമായിട്ടുണ്ട്. ഈ സമയത്ത് പോലും എല്ലാവരും മനസ്സ് മടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞൊരു 2 മാസം മുമ്പിട്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് സുഖമായിട്ട് ജയിക്കുമെന്നുള്ളൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിലേക്ക് കുറച്ചുകൂടെ ശക്തമാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഭരണവിരുദ്ധ വികാരം ശക്തമാകുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് പാർട്ടിക്ക് കുറച്ചുകൂടെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റ് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ഒരു പാർട്ടിയെ സംബന്ധിച്ചുള്ള ഒരു ഭരണ സംവിധാനത്തെ സംബന്ധിച്ച് അവർ ഇത്രയും നാൾ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ 10 വർഷമുണ്ട്. നീണ്ട 10 വർഷങ്ങളിൽ അവരെന്താണ് ചെയ്തതെന്ന് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് കാണിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. ഇനി എത്ര അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും സ്ഥാനാർത്ഥികൾ എങ്ങനെ ഇരിക്കും, സ്ഥാനാർത്ഥികളുടെ കഴിവ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ മികവ്, സ്ഥാനാർത്ഥികളുടെ ജനപിന്തുണ, ഇതിനനുസരിച്ചായിരിക്കും തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ജനങ്ങൾ ആരെ പിന്തുണയ്ക്കും എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കണ്ണൂരിൽ വലിയ രീതിയിലുള്ള വിഷയത്തിലൂടെ പോവുകയാണ്. ആലപ്പുഴയിൽ വലിയ വിഷയങ്ങളുണ്ട്. കേരളത്തിലെ പല ജില്ലകളിലും പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടന്നു പോകുന്നുണ്ട്. വിമതരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. പാർട്ടി പ്രതിസന്ധിയിലാണ്. പാർട്ടി ഇപ്പോൾ നമ്മുടെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദ മാഷ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ണൂരിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, കോൺഗ്രസിനാണ് പ്രശ്നം. തന്നെ സുധാകരൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സീറ്റില്ല. അങ്ങനെ കോൺഗ്രസ്സിൽ ആണ് പ്രശ്നം എന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ വിഷയം നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ വലിയ രീതിയിൽ വിമത സ്ഥാനാർത്ഥി വന്നു. പല സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള ആളുകൾ തന്നെ വെറുത്തു തുടങ്ങി എന്നതിൻ്റെ മറ്റൊരു കാര്യമുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇത്രയും വലിയ വിഷയങ്ങൾ നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിൻ്റെ പട്ടിക കൂടി വരികയാണെങ്കിൽ അത് വലിയ രീതിയിൽ ചൂട് പിടിപ്പിക്കും കേരള രാഷ്ട്രീയത്തെ. എന്താണെങ്കിലും 10-20 ദിവസം കൂടെ ഉള്ളൂ. ആ 20 ദിവസം കൊണ്ട് എല്ലാ പാർട്ടിയും ശക്തമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. ആ പോരാട്ടത്തിനൊടുവിൽ ആര് വിജയിക്കും എന്നത് ഇന്നത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നമുക്ക് തീരുമാനിക്കാൻ കഴിയും. ഏകദേശ ട്രെൻഡ്